മുഖ്യമന്ത്രി ചർച്ചയിൽ നടക്കുന്ന തമ്മിൽ തല്ലിൽ PMA സലാമിന് അതൃപ്തി. ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ലീഗിൽ നിന്നും വരുമോ? കുഞ്ഞാക്കയുടെ സ്വപ്നം സഫലമാകുമോ? തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം താനാണ് മുഖ്യരെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതിനായി പത്രപരസ്യം കൊടുക്കലും സൈബർ പോരാളികളെ രംഗത്തിറക്കി പ്രചാരണവും തകൃതിയായി നടക്കുന്നുമുണ്ട്. KC വേണുഗോപാലിനായി K സുധാകരന്റെ സംഘവും കാത്തിരിക്കുമ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുറവിളി നടത്തുന്ന വേറൊരു വിഭാഗം ശക്തമായി ഇവിടെ നിലകൊള്ളുന്നു. ഇതിലൊന്നും പെടാതെ നിഷ്കളങ്കനായി നിന്നിരുന്ന രമേശ് ചെന്നിത്തല ഇനിയും താൻ കളത്തിലിറങ്ങിയില്ല എങ്കിൽ മുഖ്യമന്ത്രി കസേര കൂടെയുള്ളവന്മാർ അടിച്ചോണ്ടു പോകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നല്ല അടിപൊളി ഒരു ലേഖനം ഒരെണ്ണം ഇറക്കി വിട്ടു. മുൻനിര നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ചിത്രങ്ങളെല്ലാം ചേർത്ത് മുതിർന്ന നേതാവാണ് താനെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണെന്ന ഒരു സന്ദേശവും രമേശ് ചെന്നിത്തല ഇതിലൂടെ നൽകുന്നുണ്ട്. അങ്ങ് ഹൈക്കമാൻഡിന്റെ കീഴിൽ നിന്നും എത്തുകയും എല്ലാ ജനങ്ങളോടും സ്നേഹത്തോടും ലാളിത്യത്തോടും പെരുമാറുകയും ചെയ്യുന്ന KC വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് ആരാണ് കെട്ടിയിറക്കിയതെന്ന് രഹസ്യമായ ഒരു സംസാരം നടക്കുന്നുണ്ട്. KC വേണുഗോപാൽ അങ്ങ് കേന്ദ്രത്തിലെ വലിയ കളികളുമായി നടന്നാൽ പോരായിരുന്നു? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങേർക്ക് ഇതെന്ത് കാര്യം? KC വന്നില്ലായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രി പദത്തിനായി അടികൂടി പകുതി ഭരിച്ചു തീർത്തേനെ. ഇത്രയും നാൾ കേരളത്തിൽ കിടന്ന് കളിച്ചിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്നതിൽ ഇത്തിരി വെട്ടം ഈ തെരഞ്ഞെടുപ്പിലാണ് കാണുന്നത്. KC വന്നതോടെ ആ സ്വപ്നങ്ങളൊക്കെ തകരുന്ന മട്ടാണ്. എന്നാൽ കോൺഗ്രസുകാർക്ക് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തല്ലുകൂടേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ചോദ്യം ഉയരുന്ന പ്രധാന കോൺ മുസ്ലിം ലീഗിൽ നിന്നും തന്നെയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് കോൺഗ്രസിന്റെ തമ്മിൽ തല്ല് ഇഷ്ടപ്പെടാതിരുന്നത്. അതിലുള്ള അതിർത്തിയും അദ്ദേഹം തുറന്നു പറഞ്ഞു. അധികാരത്തിൽ എത്തും മുന്നേയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ നടക്കുന്ന തർക്കങ്ങളിൽ PMA സലാമിന് അതിർത്തിയുണ്ട്. ഇങ്ങനെ തർക്കം തുടർന്നാൽ UDF യോഗം ചേർന്ന് മുസ്ലിം ലീഗിൽ നിന്നും ഒരു പ്രമുഖൻ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് താൻ ഒരിക്കലും പറയില്ല എന്നും അദ്ദേഹം പറയുന്നു. കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. മിക്കവാറും മുസ്ലിം ലീഗിൽ നിന്നും ഒരു മുഖ്യമന്ത്രി വന്നാൽ അതൊരു പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി ആണെങ്കിൽ പോലും വേണ്ടെന്ന് പറയാൻ PMA സലാമിനാകില്ല. സലാം വേണ്ട എന്ന് ഒരിക്കലും പറയാനും പോകുന്നില്ല. മുമ്പൊരിക്കൽ യൂത്ത് ലീഗ് മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സാദിഖ് അലി തങ്ങളുടെ രസകരമായ ഒരു പ്രതികരണം. കോൺഗ്രസ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് അന്ന് സാദിഖ് അലി പറഞ്ഞത്. ഇന്ന് ഈ വിഷയങ്ങൾക്ക് പ്രാധാന്യം കാണാനാണ് മുസ്ലിം ലീഗിന് താല്പര്യം. കോൺഗ്രസിനുള്ളിൽ അവസാനിക്കേണ്ട മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടംവലി പൊതുജന മധ്യത്തിലേക്ക് എത്തി. അങ്ങനെ വരുമ്പോഴാണ് പൊതുസമ്മതനായ ഒരു മുഖ്യമന്ത്രി വേണ്ടിവരുന്നത്. ലീഗിന് 5 മന്ത്രിമാരല്ല 7 വരെ ആകാമെങ്കിലും അതൊന്നും ആരോടും തർക്കിച്ചു വാങ്ങാനൊന്നും പോകുന്നില്ല എന്ന് PMA സലാം പറയുന്നുണ്ടെങ്കിലും മുമ്പ് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ലീഗിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് PMA സലാം. UDF ക്യാമ്പിൽ തർക്കങ്ങളും പരിഹാര മാർഗങ്ങളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം ഇതുവരെ എത്തിയിട്ടില്ല. ഇടതുപക്ഷ ക്യാമ്പിൽ മുഖ്യമന്ത്രി തർക്കങ്ങളില്ല. വിജയം ഉറപ്പിക്കുന്നു എന്ന് നേതാക്കൾ. കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് കുറഞ്ഞാൽ പോലും ഭരണ തുടർച്ച LDF-ന്. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ UDF അധികാരത്തിൽ വരുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല എന്നത് മറ്റൊരു വസ്തുത. 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ് UDF-നൊപ്പം പാറ പോലെ ഉറച്ച ആത്മാർത്ഥതയുടെ പ്രതീകമായ മുസ്ലിം ലീഗും പ്രതിപക്ഷത്ത്. എത്ര നാൾ ഇങ്ങനെ പ്രതിപക്ഷത്ത് നിലകൊള്ളാനാകും? ഇത്തവണ അധികാരത്തിലെത്താൻ സാധിക്കാതെ വന്നാൽ പാറ പോലെ ഉറച്ച ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ചായേണ്ടി വരുമെന്ന സംശയവും രാഷ്ട്രീയ കേരളത്തിലുണ്ട്. അതും മറക്കണ്ട. ഭരണമില്ലാതെ എത്ര നാൾ ലീഗ് ഇങ്ങനെ പിടിച്ചു നിൽക്കും? UDF ഭരണത്തിൽ എത്തുമെന്ന് ഇത്തവണ വിശ്വസിക്കുന്നുണ്ട്. അവിടെ ഒരു തകർച്ച സംഭവിച്ചാൽ ലീഗിന് മറിച്ചൊരു ചിന്ത വരുമോ എന്ന ആശങ്ക കോൺഗ്രസിന് ഇല്ലാതെയില്ല. UDF ഭരണത്തിലെത്തിയാൽ ലീഗിന് കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകും. ഉപമുഖ്യമന്ത്രി സ്ഥാനവും ലീഗ് ആവശ്യപ്പെട്ടേക്കാം. മറിച്ചാണെങ്കിൽ ലീഗിന്റെ യാത്ര ഇടതുപാളയത്തിലേക്കാവുമോ? രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ മറുകണ്ഠം ചാടുന്നതൊന്നും ഒരു പുത്തരിയല്ല, വെറും രാഷ്ട്രീയ കളിയായി മാത്രം കണ്ടാൽ മതി. അനീഷ് തകടിയിൽ, എക്സ്പ്രസ് വാർത്താ ഡെസ്ക്.